നമസ്തേ. ലഹരിയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരവാദം, ഇന്ത്യയുടെ വാതിൽക്കൽ പുതിയ യുദ്ധമോ? ഒരു രാജ്യം തകർക്കാൻ എപ്പോഴും ബോംബുകൾ വേണ്ട, ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ എപ്പോഴും യുദ്ധം വേണ്ട, ഒരു തലമുറയെ ഇല്ലാതാക്കാൻ ഒരു തോക്ക് പോലും വേണ്ട, ലഹരി മാത്രം മതി. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും മയക്കുമരുന്നിനെക്കുറിച്ച് മാത്രമല്ല. ലഹരിയും ഭീകരവാദവും കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണവും ഇന്ത്യയുടെ ദേശീയ സുരക്ഷയും തമ്മിലുള്ള ഞെട്ടിക്കുന്ന ബന്ധത്തെക്കുറിച്ചാണ്. ഗാസയിൽ തുടങ്ങിയ യുദ്ധം പാകിസ്ഥാനിലേക്കും പിന്നീട് ബംഗ്ലാദേശിലേക്കും അവിടെ നിന്ന് ഇന്ത്യയുടെ അതിർത്തിയിലേക്കും നീങ്ങുകയാണോ? ഇതൊരു വാർത്ത മാത്രമല്ല, ഓരോ ഇന്ത്യൻ പൗരനും അറിയേണ്ട ഒരു ദേശീയ സുരക്ഷാ ചർച്ചയാണ്. ഇന്ന് എന്തുകൊണ്ട് ഈ വിഷയം? ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. 1987 ഐക്യരാഷ്ട്രസഭ ആരംഭിച്ച ഈ ദിനത്തിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ലോകത്തെ ലഹരിമുക്തമാക്കുക, ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക. ഇന്ത്യയിൽ ഈ ദിനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യം വലിയ തോതിൽ മയക്കുമരുന്ന് കടത്തിൻ്റെ വെല്ലുവിളി നേരിടുകയാണ്. ഇതേ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ലഹരിമുക്ത രാജ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്ന് വലിയൊരു ആക്ഷൻ പ്ലാൻ നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നത്. അമിത്ഷാ പങ്കുവച്ച കണക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. 2014 മുതൽ 2026 വരെ 1.18 കോടി കിലോഗ്രാം സിന്തറ്റിക് മയക്കുമരുന്നാണ് ഇന്ത്യ പിടിച്ചെടുത്തത്. ഇത് പിടികൂടിയ അളവാണ്. അപ്പോൾ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ അളവ് എത്രയായിരിക്കും? അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് മയക്കുമരുന്നിനെ വെറും ആരോഗ്യ പ്രശ്നമായി കാണാനാവില്ല, അത് ദേശീയ സുരക്ഷാ പ്രശ്നമാണ്. ലഹരിയുടെ പിന്നിൽ ആരാണ്? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരാം. മയക്കുമരുന്ന് വിറ്റ് ആരാണ് കോടികൾ സമ്പാദിക്കുന്നത്? സാധാരണ കുറ്റവാളികളോ? അല്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സുരക്ഷാ ഏജൻസികൾ പറയുന്നത് ചില അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ ലഹരി ശൃംഖലകൾ ഉപയോഗിക്കുന്നു എന്നാണ്. ഇവിടെയാണ് നാർക്കോ ടെററിസം എന്ന വാക്ക് പ്രസക്തമാകുന്നത്. അഥവാ നാർക്കോ ടെററിസം എന്നത് ലഹരിമരുന്ന് കടത്തും ഭീകരവാദവും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയാണ്. അതായത് ഭീകര സംഘടനകൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുകയോ കടത്തുകയോ സംരക്ഷിക്കുകയോ അതിൽ നിന്ന് നികുതി ഈടാക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തെയാണ് നാർക്കോ ടെററിസം എന്ന് വിളിക്കുന്നത്. സാധാരണ ലഹരി വ്യാപാരത്തിൻ്റെ ലക്ഷ്യം സാമ്പത്തിക ലാഭമാണ്. എന്നാൽ നാർക്കോ ടെററിസത്തിൽ ലക്ഷ്യം അതിനേക്കാൾ അപകടകരമാണ്. ലഹരി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം ആയുധങ്ങൾ വാങ്ങാനും പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാനും പരിശീലന ക്യാമ്പുകൾ നടത്താനും പ്രചാരണ പ്രവർത്തനങ്ങൾക്കും ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. ലഹരി മരുന്ന് ഇവിടെ ഒരു കുറ്റകൃത്യം മാത്രമല്ല, ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായി മാറുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ചില ഭീകര സംഘടനകൾ ലഹരി വ്യാപാരത്തിൽ നിന്ന് വരുമാനം നേടിയതായി അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികളും ഗവേഷണ റിപ്പോർട്ടുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ അഫീം വ്യാപാരവുമായി ബന്ധപ്പെട്ട് താലിബാന്റെ ധനസ്രോതസ്സുകളെക്കുറിച്ച് വർഷങ്ങളായി റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ലാറ്റിൻ അമേരിക്കയിലെ ചില ആയുധധാരി സംഘടനകളും കൊക്കൈൻ കടത്തുമായിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില പശ്ചിമേഷ്യൻ സംഘങ്ങളെക്കുറിച്ചും ലഹരി മരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അന്വേഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഓരോ സംഭവവും അതത് രാജ്യങ്ങളിലെ അന്വേഷണങ്ങളും തെളിവുകളും അനുസരിച്ചാണ് വിലയിരുത്തേണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാർക്കോ ടെററിസം വലിയ സുരക്ഷാ വെല്ലുവിളിയായാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം പാകിസ്ഥാൻ അതിർത്തിയിലൂടെ ഹെറോയിൻ കടത്താനുള്ള ശ്രമങ്ങളും ഡ്രോണുകൾ ഉപയോഗിച്ച് ലഹരിയും ആയുധങ്ങളും എത്തിക്കുന്ന സംഭവങ്ങളും ചില അതിർത്തി മേഖലകളിലൂടെ കൃത്രിമമായിട്ടുള്ള ലഹരി മരുന്നുകളുടെ കടത്തും സുരക്ഷാ ഏജൻസികൾ പലവട്ടം കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ലഹരി വ്യാപാരത്തിൽ നിന്ന് ലഭിക്കുന്ന പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയാണ് സുരക്ഷാ ഏജൻസികളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. നാർക്കോ ടെററിസത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ യുവാക്കളാണ്. ഒരു വശത്ത് ലഹരി അവരെ ശാരീരികമായും മാനസികമായും തകർക്കുമ്പോൾ മറുവശത്ത് അതേ ലഹരി വ്യാപാരത്തിൽ നിന്ന് ലഭിക്കുന്ന പണം ഭീകര പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നു. അതുകൊണ്ടാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം പൊതുജനാരോഗ്യത്തിന്റെ മാത്രം വിഷയമല്ലെന്നും ദേശീയ സുരക്ഷയുടെ ഭാഗമാണെന്നും ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും കാണുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലഹരി മരുന്ന്
കള്ളപ്പണം, ആയുധങ്ങൾ, ഭീകര സംഘടനകളുടെ ധനസഹായം ഇതെല്ലാം ചേർന്നതാണ് നാർക്കോ ടെററിസം. അതിനാൽ ഒരു മയക്കുമരുന്ന് ഗുളിക വാങ്ങുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അതിൻ്റെ പിന്നിലുള്ള അനധികൃത ശൃംഖലകൾ വഴി സംഘടിത കുറ്റകൃത്യങ്ങൾക്കും ചില സാഹചര്യങ്ങളിൽ ഭീകരപ്രവർത്തനങ്ങൾക്കും പരോക്ഷമായി സാമ്പത്തിക ശക്തി ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നാർക്കോ ടെററിസത്തിനെതിരായ പോരാട്ടം നിയമപാലകരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, സമൂഹം മുഴുവൻ ജാഗ്രത പുലർത്തേണ്ട വിഷയമാണ്. ഇവിടെയാണ് പുതിയ ആശങ്ക ഉയരുന്നത്. ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി റൂവൻ അസർ ഉൾപ്പെടെ ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഹമാസ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ്. ഇത് സംബന്ധിച്ച് വിവിധ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ചൊരു വാർത്തയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാർത്തയുടെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കാം, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. എന്നാൽ ഈ റിപ്പോർട്ടുകളിലെ എല്ലാ അവകാശവാദങ്ങളും സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടവയല്ല എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. എങ്കിലും സുരക്ഷാ ഏജൻസികൾ ഇത്തരം സൂചനകൾ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. കാരണം പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യയുമായി വലിയ അതിർത്തിയുണ്ട്. ഇന്ത്യക്ക് എന്തുകൊണ്ട് ആശങ്ക? പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണിലൂടെ ഹെറോയിൻ കടത്തുന്നത് പുതിയ കാര്യമല്ല. ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ യാബ ഗുളികകൾ കടത്തുന്നതും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് മറ്റൊരു പേര് ഉയർന്നു വരുന്നത്, ക്യാപ്റ്റഗൺ. ചില മാധ്യമ റിപ്പോർട്ടുകളിൽ ജിഹാദി ഡ്രഗ് എന്നറിയപ്പെടുന്ന ഈ ഉത്തേജക മരുന്ന് മുമ്പ് ISIS ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ശേഷം ഹമാസ് ആക്രമണവുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടായി. ഈ മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ഉറക്കമില്ലാതെ പ്രവർത്തിക്കാനും വിശപ്പ് കുറയാനും വേദനയുടെ അനുഭവം കുറയാനും അമിത ആക്രമണ മനോഭാവം ഉണ്ടാകാനും ഒക്കെ ആകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഭീകരവാദം ഇന്ന് തോക്കുകളുടെ മാത്രം യുദ്ധമല്ല, അത് പണത്തിൻ്റെ യുദ്ധമാണ്. ഹവാല, ക്രിപ്റ്റോ കറൻസി, അനൗദ്യോഗിക സാമ്പത്തിക ശൃംഖലകൾ ഇവയെല്ലാം സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിക്കുന്ന വിഷയങ്ങളാണ്. ചില സംഘടനകൾ മനുഷ്യാവകാശ സഹായം എന്ന പേരിൽ ഫണ്ട് ശേഖരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗം ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന ആരോപണങ്ങളും പല രാജ്യങ്ങളിലും ഉയർന്നിട്ടുണ്ട്. ഇവിടെയാണ് ഇന്ത്യയുടെ സമീപനം വ്യത്യസ്തമാകുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദമായി അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തി. സ്മാർട്ട് ഫെൻസിംഗ്, സെൻസർ സംവിധാനം, ആൻറ്റി ഡ്രോൺ സാങ്കേതികവിദ്യ, NIA, IB, RO, NCB മറ്റ് സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിച്ചു. ഡിജിറ്റൽ പോർട്ടുകളിലൂടെ സംസ്ഥാനങ്ങൾ തമ്മിൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ള സംവിധാനവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിനും മുന്നറിയിപ്പ്. കേരളവും ഈ വെല്ലുവിളിയിൽ നിന്ന് അകന്നു നിൽക്കുന്നില്ല. ഒരു കാലത്ത് കേരളത്തെ ലഹരിമരുന്ന് വിപണിയുടെ പ്രധാന കേന്ദ്രമായി ആരും കണ്ടിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന MDMA, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ്, LSD, സിന്തറ്റിക് ലഹരിമരുന്നുകൾ എന്നിവ പിടികൂടുന്ന വാർത്തകൾ തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോളേജ് വിദ്യാർത്ഥികൾ, സ്കൂൾ കുട്ടികൾ, IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ, സാധാരണ തൊഴിലാളികൾ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലഹരി ശൃംഖല വ്യാപിക്കുന്നുവെന്ന ആശങ്കയാണ് ഉയരുന്നത്. ഇതിനെ തുടർന്നാണ് കേരള സർക്കാർ സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്നുപോലുള്ള പ്രത്യേക നടപടികൾ ആരംഭിച്ചത്. പോലീസ്, എക്സൈസ്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, മറ്റ് അന്വേഷണ ഏജൻസികൾ എന്നിവ സംയുക്തമായി സ്ഥാപനത്തിന്റെ വിവിധ ജില്ലകളിൽ വ്യാപക പരിശോധനകളും റെയ്ഡുകളും നടത്തുകയാണ്. ഈ പരിശോധനകളിൽ നിരവധി ലഹരി ശൃംഖലകൾ തകർക്കുകയും വൻതോതിൽ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ വഴിയുള്ള ലഹരി വിൽപ്പന, കൊറിയർ സേവനങ്ങളുടെ മയക്കുമരുന്ന് എത്തിക്കൽ, സോഷ്യൽ മീഡിയയും എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പുകളും ഉപയോഗിച്ച് രഹസ്യമായി ഇടപാടുകൾ നടത്തൽ തുടങ്ങിയ പുതിയ രീതികളും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്നുണ്ട്. മറ്റൊരു പ്രധാന വെല്ലുവിളി കേരളത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതയാണ്. സംസ്ഥാനത്തിന് നീണ്ട കടൽ തീരമുണ്ട്, അന്താരാഷ്ട്ര തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ഉണ്ട്, വിദേശ രാജ്യങ്ങളുമായി വലിയ യാത്രാ വാണിജ്യ ബന്ധങ്ങളുമുണ്ട്. ഇതെല്ലാം വികസനത്തിന്റെ ഭാഗമാണെങ്കിലും അതേസമയം ചില കുറ്റകൃത്യ ശൃംഖലകൾ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കാനുള്ള സാധ്യതയും സുരക്ഷാ ഏജൻസികൾ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വന്ന വാർത്തയും വളരെ ഞെട്ടിക്കുന്നതാണ്. ക്യാൻസർ, വേദന സംഹാരി ഗുളികകൾ പോലും ലഹരിയായി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ നമുക്കിടയിൽ ഈ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ പിടികൂടുന്ന എല്ലാ ലഹരി മരുന്നുകളും സംസ്ഥാനത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നവയല്ല. ചില കേസുകളിൽ
മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശത്തു നിന്നോ കടത്തിക്കൊണ്ടുവന്ന ശൃംഖലകളാണ് അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളം ഒരു ഉപഭോക്തൃ വിപണി മാത്രമല്ല, ചില കേസുകളിൽ ഗതാഗത ശൃംഖലയുടെ ഭാഗമാകുന്നുവെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ലഹരിക്കെതിരായ പോരാട്ടം എന്നത് മയക്കുമരുന്ന് പിടികൂടുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ലഹരിക്കടിമപ്പെടുന്ന യുവാക്കളെ ചികിത്സയിലേക്കും പുനരധിവാസത്തിലേക്കും എത്തിക്കുക, സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണം ശക്തമാക്കുക, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കൂടുതൽ ജാഗ്രത നൽകുക, ഓൺലൈൻ റാഡിക്കലൈസേഷനും ലഹരി പ്രചാരണവും തടയുക എന്നിവയും ഇതിന്റെ ഭാഗമാണ്. കാരണം ലഹരിയുടെ ഏറ്റവും വലിയ ഇര ഒരു കുടുംബമാണ്. ഒരു യുവാവ് ലഹരിക്കടിമപ്പെട്ടാൽ നഷ്ടമാകുന്നത് അയാളുടെ ആരോഗ്യം മാത്രമല്ല, കുടുംബത്തിന്റെ സമാധാനവും സമൂഹത്തിന്റെ സുരക്ഷിതത്വവും രാജ്യത്തിന്റെ ഭാവിയും കൂടിയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, നാർക്കോ ഹണ്ട്, തുടർച്ചയായ പരിശോധനകൾ, അതിർത്തി നിരീക്ഷണം, ബോധവൽക്കരണ ക്യാമ്പുകൾ എന്നിവയെ വെറും പോലീസ് നടപടികളായി മാത്രം കാണാൻ കഴിയാത്തത്. ലഹരിയെയും സംഘടിത കുറ്റകൃത്യങ്ങളെയും ചെറുക്കാനുള്ള ദീർഘകാല സാമൂഹിക പോരാട്ടത്തിന്റെ ഭാഗമായാണ് അവയെ കാണേണ്ടത്. ലഹരി ഒരു സംസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തിൻ്റെയും പ്രശ്നമാണ്, കുടുംബങ്ങളുടെയും പ്രശ്നമാണ്, യുവതലമുറയുടെയും പ്രശ്നമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സർക്കാർ മാത്രം വിചാരിച്ചാൽ മതിയോ? ഇല്ല. ഒരു രക്ഷിതാവ്, ഒരു അധ്യാപകൻ, ഒരു സുഹൃത്ത്, ഒരു വിദ്യാർത്ഥി, ഓരോ പൗരനും ജാഗ്രത പാലിക്കണം. ഓൺലൈൻ റാഡിക്കലൈസേഷൻ, അജ്ഞാത പണ ഇടപാടുകൾ, ലഹരി ശൃംഖലകൾ ഇവയെല്ലാം സമൂഹം തിരിച്ചറിയണം. അതിർത്തിയിൽ സൈന്യം മാത്രം പോരാ, സമൂഹവും ജാഗ്രത പാലിക്കണം. കാരണം ഇന്നത്തെ യുദ്ധം എല്ലായ്പ്പോഴും തോക്കുകൊണ്ടല്ല നടക്കുന്നത്. ചിലപ്പോൾ ഒരു ഗുളിക കൊണ്ടും, ഒരു മൊബൈൽ ഫോൺ കൊണ്ടും, ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊണ്ടും, ഒരു ഹവാല ഇടപാട് കൊണ്ടും ഒരു യുവാവിൻ്റെ ജീവിതം മാറ്റിമറിക്കാം. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം കൂടിയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യയെ ലഹരിമുക്തമാക്കാൻ സമൂഹം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ഇത്തരം ദേശീയ സുരക്ഷ, രാഷ്ട്രീയ, സമകാലിക വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശകലനങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.